ഹലോ, എല്ലാവർക്കും സീതേ കമ്പിളി ന്യൂസിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്നായിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കണ്ണിൻ്റെ കറുപ്പ് നിറം മാറുന്ന ഒരു ടിപ്സിൻ്റെ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ, രാവിലെ എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇന്നലെ നമ്മുടെ മഴയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു വാഴ ഇപ്പുറത്തോട്ട് വീണ് നമ്മുടെ ചെടിയുടെ മേളിലോട്ടൊക്കെ വീണ്. ഞാൻ വിചാരിച്ച ചെടിയൊക്കെ നശിഞ്ഞെന്ന്. ഭാഗ്യത്തിന് ഒരൊറ്റ ചെടി പോലും പോകാണ്ട് അത് സൈഡ് വഴിയാണ് ആ വാഴ വീണത്. അതുകൊണ്ട് രക്ഷപ്പെട്ട്. എത്ര കഷ്ടപ്പെട്ട് കൊച്ചുങ്ങളെ വളർത്തണ പോലെ ഞാൻ വളർത്തിക്കൊണ്ട് വന്ന സാധനമെന്നറിയോ. അതിൽ ആ സൈഡിൽ നിൽക്കണ നമ്മുടെ ആ ഹാങ്ങിങ് ആയിട്ടുള്ളത് അത് പോയി. അതല്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയാനിരിക്കണമായിരുന്നു. ബാക്കി ദൈവം സഹായിച്ച് ഒന്നിനും ഒരു കുഴപ്പവും പറ്റിയില്ല. എല്ലാം നല്ലതായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണതാണ്, പുട്ട്. അപ്പോൾ രാവിലെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ സങ്കടമായിപ്പോയേ. വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ അത് ഒടിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് അതുപോലെ വളർത്തിക്കൊണ്ട് കൊടുക്കണമെങ്കിൽ എന്തൊരു പാടാണ്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അപ്പോൾ അതേ പുട്ടും പഴമാണ്. അപ്പോൾ അതേ ഞാൻ ചേട്ടൻ ചായയൊക്കെ എടുക്കണേണ്. അപ്പോൾ ഇന്ന് എനിക്കാണെങ്കിൽ ഒന്ന് തുമ്മലിൻ്റെ മരുന്ന് മേടിക്കണം, മരുന്നൊക്കെ തീർന്നു. അപ്പോൾ അതിന് ഹോമിയോയിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ലേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്ന കുറേ നേരം പിടിക്കും. അപ്പം ചേട്ടൻ്റെ ഒപ്പം തന്നെ രാവിലെ ഞാനും ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്താലും നല്ല സുഖമായിരുന്നു കേട്ടോ. ഇന്നും നമുക്ക് മഴ കിട്ടുമോ എന്തോ. അപ്പം ഇന്നൊരു കപ്പങ്ങ തോരനാണ്. അപ്പം ഞാൻ കപ്പങ്ങയൊക്കെ രാവിലെ തന്നെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഞാൻ പോയി വന്നിട്ട് ശേഷം തോരൻ വെക്കത്തുള്ളൂ. അപ്പം കാത്തു ഇത്രയും ദിവസം പഠിത്തമൊക്കെ കാരണം കണ്ണിൻ്റെ അടിയെല്ലാം കാത്തു തന്നെ പറയാം. ഈ നമുക്ക് സ്ട്രെസ്സായിട്ട് എടുത്തിട്ട് ഇത് കണ്ണിൻ്റെ അടിയൊക്കെ കറുത്ത് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നൊരു ഞാൻ ടിപ്സ് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയണമായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി റെഡിയായി. ചില ദിവസം നമ്മളങ്ങനെയല്ലേ, രാവിലെ തന്നെ എല്ലാ ദിവസവും ഞാൻ ചോറൊക്കെ വെക്കുന്നതാണ്. അങ്ങനെ ഹോമിയോയിലൊക്കെ ചെന്നു. ആദ്യം ചെന്നപ്പോൾ അധികം ആളൊന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ആളായി. ഞാൻ വിചാരിച്ചു മഴയൊക്കെ കാരണം ആരും വരില്ലെന്ന് വിചാരിച്ച്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നല്ല ആളായി. ഒരു കപ്പങ്ങ തോരനാണ്. ഇന്നലെയൊക്കെ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ അല്ലേ. പിന്നെ നമ്മൾ ഇന്ന് കപ്പങ്ങ തോരൻ, മോരുകറി. മോരുകറി എന്ന് പറഞ്ഞാൽ കള്ളക്കാശാണ്, തേങ്ങ വെക്കാണ്ട്. അതൊക്കെയാണ് ഇന്ന്. അപ്പൊ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഭയങ്കര മഴയായിരുന്നു. കുറേ ദിവസം കൂടി കാത്തിരിക്കണേ മഴയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ കറക്റ്റ് സമയം പറയണമെങ്കിൽ 1:15. എന്താണെന്നറിയോ, ഞാനേ ഇടിവെട്ടിൻ്റെ ഒച്ച കേട്ട എണീറ്റത്. അപ്പോൾ ടി വി ഒന്നും നമ്മൾ ഓഫ് ചെയ്തിടണ്ടായിട്ടില്ല. ടി വി ഇത് പ്ലഗൊക്കെ നമ്മൾ ഓഫ് ചെയ്തിടണ്ടേ, അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈഫൈയുടെ സ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എണീറ്റ കാരണം നമ്മൾ സമയം നോക്കി. അല്ലെങ്കിൽ നമ്മൾ സമയമൊന്നും അറിയത്തില്ലല്ലോ. മഴ പെയ്ത് ഈ സമയമൊന്നും നമുക്കറിയില്ല. നല്ല അടിപൊളി മഴയായിരുന്നു. മഴ പെയ്ത് എൻ്റെ ചെടിയുടെ മേളിലോട്ട് അപ്പുറത്തെ വീട്ടിലൊരു വാഴ വന്ന് വീണ്. ഞാൻ വിചാരിച്ചു എല്ലാം നാശമുഷായിരുന്നു. അപ്പോൾ ഒന്നും അധികം പറ്റിയില്ല. മാറി ഒന്നാണ് വാഴ വീണത്, അല്ലെങ്കിൽ വാഴനെ കൊന്നാൻ.
പിന്നെന്താ, അപ്പം ഇത് നമുക്കൊരു മോര് കാച്ചണേ. തേങ്ങ അരക്കാണ്ടുള്ള മോര് കാച്ചാണ്. മോര് കാച്ചണേ, കള്ളക്കാച്ച്. ഇതിനാ പറയുക കള്ളക്കാച്ചെന്ന്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ കള്ളക്കാച്ച് പഠിച്ചത്. എറണാകുളത്തൊക്കെ ഒറ്റക്കാച്ചേ ഉള്ളൂ തേങ്ങ അരച്ച്. അതേ ഉലുവിട്ട് കടുകിട്ട് ഉണക്കമുളകിട്ട് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, രണ്ട് പച്ചമുളക്, ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി മുളക് പൊടി ഇട്ടേക്കാം. എന്നിട്ട് നമ്മുടെ മോര്, ഞാനിത് കടഞ്ഞതാണ്. എന്തെളുപ്പം അല്ലേ, എന്ത് വേഗം കഴിഞ്ഞു അല്ലേ, എന്ത് വേഗം കഴിഞ്ഞല്ലേ. നമ്മുടെ മോര് കാച്ചും കഴിഞ്ഞു. ഇപ്പുറത്ത് നമ്മളത് കപ്പങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു. വെന്തോ, കപ്പങ്ങ വെന്തു. ഒരു നുള്ള് പഞ്ചസാര, ആ പുളിയും ഉപ്പൊക്കെ ഒന്ന് ഇതാവാനാണ്. അപ്പം നമ്മുടെ കറി രണ്ടും റെഡി. അപ്പോൾ നമ്മുടെ കപ്പങ്ങ തോരനിലോട്ട് കപ്പങ്ങയിലോട്ട് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ കപ്പങ്ങയൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നേ. ഭൂമിയിൽ പോണായിരുന്നേ, ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പം നമ്മുടെ മോര് കാച്ചതും റെഡി. അപ്പം നമുക്ക് ഇന്നുണ്ടല്ലോ ഒരു ടിപ്സ് ചെയ്യാൻ പോവാം. നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് നിറമൊക്കെ മാറാനുള്ളതായിട്ട് പെട്ടെന്ന് തന്നെ മാറും. അപ്പം ഞാൻ അത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തോളാണ്. അപ്പം ഇത് കുറച്ച് തണുപ്പ് വേണേ. അപ്പം ഞാനൊട്ട് ഇത്തിരി കുറച്ച് വെക്കേ. അപ്പം ഞാൻ എന്താ പറയുക, ഇത് 2 കഷ്ണം നമുക്ക് നേരിയതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പം ഇത് പുറത്ത് ഉരുളക്കിഴങ്ങ് വെച്ചാൽ ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ ഉരുളക്കിഴങ്ങ് വെക്കണ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ നമുക്ക് കണ്ണിൻ്റെ അടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരിയതായിട്ട് വേണം, ഭയങ്കര സ്ലൈസായിട്ട് മുറിക്കണം. അപ്പം കത്തി എടുക്കുമ്പോൾ നോക്കിയെടുക്കണം കേട്ടോ.
നമ്മൾ എന്തെങ്കിലുമൊക്കെ മുറിച്ച കത്തിയാണെങ്കിൽ ഞാനിപ്പോൾ ഈ കത്തി അങ്ങനെ യൂസ് ചെയ്യത്തില്ല അത് മുറിക്കാൻ മുളകൊന്നും. അപ്പം അതെ ഇതിങ്ങനെ 2 കഷ്ണം നമ്മൾ എടുക്കണം കണ്ടോ, നേരിയതായിട്ട്. എന്നിട്ട് നമ്മൾ പോയി റിലാക്സ് ചെയ്ത്, അല്ലാണ്ട് ഇങ്ങനെ നടന്നൊന്നും പറ്റത്തില്ല, കിടക്കണം. എന്നിട്ട് ഇതേ ഇങ്ങനെ നല്ല സുഖം 2 കണ്ണിലും ഇങ്ങനെ അമർത്തി ഇത് കുറേ നേരം വെക്കണം കണ്ടോ. അപ്പം നമുക്ക് പോയി കുറച്ച് നേരം കിടന്നു വെക്കാം. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടിയിൽ കറുപ്പൊക്കെ പെട്ടെന്ന് മാറും നമ്മുടെ. അപ്പോൾ നമുക്ക് എളുപ്പവുമാണല്ലോ. അതായത് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ചെയ്താൽ മതി. ദിവസവും ചെയ്താൽ അത്രയും നല്ലത്. നമ്മളെല്ലാം കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യണ നേരത്ത് 2 പൊട്ടാറ്റോ ഒന്ന് നേരിയതാക്കി അരിയണം, കട്ടിയിൽ അരിയരുതേ, നേരിയതാക്കി അരിഞ്ഞ് കണ്ടടത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല തണുപ്പും. പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഇവിടെ ഒരു ബാഗ് പോലെ ഇങ്ങനെ ഒരു ബാഗ് പോലെ ഇങ്ങനെ ഉണ്ടാവൂലേ, ഈ പിന്നെ ഐ ബാഗ് പോലെ ഇങ്ങനെ വീർത്ത്. അപ്പം അതൊന്നും ഉണ്ടാവില്ല, തടിപ്പ്. ചിലവരെപ്പോഴും നമ്മൾ കാണൂല ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീച്ച പോലെ ഇരിക്കില്ല എപ്പോഴും. അപ്പം അതിനൊക്കെ ഭയങ്കര നല്ലതാണ് കണ്ണിൻ്റെ. ഇപ്പം മെയിനായിട്ട് നമ്മളെങ്ങനെയാണ് കണ്ണിൻ്റെ അടി ഈ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വായിക്കുക, ഉറക്കം നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ, എനിക്ക് കൂടുതൽ ഈ മൊബൈലിൻ്റെ ഒട്ടിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസം അടുപ്പിച്ച് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, കറുപ്പ് പെട്ടെന്ന് മാറും. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അതായത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് നമ്മൾ ആദ്യം തന്നെ കിടക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് എല്ലായിടും ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കണം. ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ എന്നിട്ട് നമ്മൾ ഈ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ കാണിക്കണം. ഇതുകൊണ്ട് ഇതാക്കിയിട്ട് പിന്നെ അതേ ഇങ്ങനെ ഒന്ന് പയ്യെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. ഒരു 2-3 പ്രാവശ്യം നമ്മൾ അങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം. ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് വെച്ച് ബെഡേലൊന്ന് കിടക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കണ്ണയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ. ഇങ്ങനെ ഒന്ന് അമർത്തി ഒന്നിങ്ങനെ പിടിക്കണേ, എന്നാലേ ശരിക്കും അതൊന്നും അടഞ്ഞു ഇരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റോളം നമ്മളിതൊന്നിങ്ങനെ പിടിക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് ഈ പൊട്ടറ്റോയിലുള്ള ജ്യൂസൊക്കെ അങ്ങ് കുറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നേരം നമ്മൾ മറിച്ചും തിരിച്ചും ഇത് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ നമ്മൾ നഖം കൊണ്ട് ഒന്നിങ്ങനെ ചെയ്യണം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതെ, നഖം കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും ജ്യൂസ് വരും. വീണ്ടും നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും വെച്ച് കൊടുക്കാൻ നോക്കുക. കണ്ണിൻ്റെ കറുപ്പ് ശരിക്ക് പോവും. എന്നിട്ട് പയ്യെ ഒന്ന് ചെറിയൊരു മസാജ് കൊടുത്താൽ മതി. അപ്പോൾ കണ്ണിൻ്റെ മേളിലും ആവും, കണ്ട ഈ താഴെ നമുക്കത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും, മടിയുണ്ടാവില്ല നമുക്ക്. ഇത് അരക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ടല്ലോ. പക്ഷേ ഇതിൽ നിന്ന് നല്ല ഇതിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മറിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ജ്യൂസ് കുറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ നമ്മുടെ നഖം കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കിയാൽ മതി. അപ്പോൾ അതിൽ വീണ്ടും വരും. അങ്ങനെ പിന്നെയും പിടിക്കുക. ഡെയിലി ഒരു 3 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിക്കുക. എൻ്റെ റിസൾട്ടെന്ന് പറഞ്ഞേ. ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യുക. വേറെ ഒന്നും ഞാനങ്ങനെ എനിക്ക് ഒന്നാമത് മടിയാണ് എല്ലാമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നല്ല തണുപ്പും ഉണ്ടാവും, ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് നമുക്ക്
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ക്ഷീണം പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാ ലൈക്കും കമൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യണം.